ഈ സോഷ്യൽ മീഡിയക്കൊന്നും ഒരു ബുദ്ധി ഇല്ല കേട്ടോ, മനസ്സിലായിട്ടാ. ബുദ്ധി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യോ? ആരിനെ വേണമെങ്കിലും മൂപ്പര് വൈറലാക്കി തരും. അതിന് ഇന്ന ആള് അല്ലെങ്കിൽ ഇന്ന കഴിവ് വേണമെന്നൊന്നുമില്ല. മൂപ്പരോട് കുറച്ച് ഇഷ്ടം ഉണ്ടായാൽ മതി. സോഷ്യൽ മീഡിയനോട് അങ്ങോട്ട് കുറച്ച് ഇഷ്ടം കൂടിയാൽ മൂപ്പർ ഇങ്ങനെ നന്നായി സ്നേഹിക്കും. എന്നിട്ട് മൂപ്പർ ഇങ്ങനെ വലുതാക്കി തരും. പെട്ടെന്ന് തന്നെ വൈറലായിക്കോളും. ഇവിടെ നോക്കി നോക്കി നിങ്ങള്. ആളറിയില്ല, ആളെ മനസ്സിലായില്ലേ? മൂപ്പര് ഇങ്ങനെ നടക്കുക ഗസ്റ്റ് റോളില് സകല ചണ്ടിൻ ചാത്തൻ്റെവർക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയുന്നുണ്ട് നമസ്കാരം, പരഞ്ചോസ്റ്റർ AJP ആണ്. അപ്പോ ഞാൻ ഇനി കല്യാണ പ്രോഗ്രാംസ്, പിന്നെ നൂലുകെട്ട്, ബർത്ത്ഡേ ഫംഗ്ഷൻ, പിന്നെ തൈരലേപനം, പിന്നെ എന്താ പറയാ കുർബാന സ്വീകരണം, അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് ഗസ്റ്റ് ആയിട്ട് മറ്റേ പാല് കാഴ്ച അങ്ങനത്തെ പ്രോഗ്രാംസിന് എന്നെ വിളിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മെൻഷൻ ചെയ്ത നമ്പറിൽ വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. നമ്മളിപ്പോ കല്യാണ ഫംഗ്ഷനിലും മൊബൈൽ ഷോപ്പിന്റെ പ്രൊമോഷനൊക്കെ പോകും. ആ ചില ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് മെയിൻ ആൾക്കാരൊന്നും ആവശ്യമില്ല, ഇതുപോലത്തെ ആൾക്കാരൊന്നും ആവശ്യമില്ല. ഗസ്റ്റായിട്ട് ഗസ്റ്റ് റോളിൽ വരാൻ താല്പര്യമുണ്ട്, വിളിച്ചോളി എന്നാ പറയുന്നത്. എന്ത് പരിപാടിയുമില്ല. പ്രസവിച്ച് 40 90 1 വയസ്സായാലോ കല്യാണം കളിയാട്ടം തുടങ്ങി എല്ലാ പരിപാടിക്കും മരണം വരല. മരിച്ചാലും മൂപ്പര് വന്നിട്ട് ഡാൻസ് കളിക്കും. അവിടെ മൂപ്പർക്ക് വിഷയമുള്ള കാര്യമില്ല, നമ്മൾ വിളിക്കണം എന്നുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ, മലയാളികൾ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ആളുകൾ എന്നാണ്. അങ്ങ് തെറ്റി. ഇത് പല നാട്ടിലുണ്ട്, പല രാജ്യത്തുണ്ട് ഇതുപോലുള്ള ആളുകൾ. നാനാഭാഗത്തുണ്ട്, ലോകം മുഴുവനും എല്ലായിടത്തും ഉണ്ടല്ലോ. പക്ഷെ എന്താ സംഭവിച്ചത്, ഇവരൊക്കെ വെവ്വേറെ സ്ഥലങ്ങളിൽ മാറി മാറി ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇവരൊക്കെ ഒരുമിച്ചിട്ട് ഒരു കൂടിയിട്ട് ഒരു രാജ്യത്ത് വന്നിങ്ങനെ പോയിച്ചായിരുന്നു. ഇത് രക്ഷയില്ലല്ലോ. എല്ലാവരും വെവ്വേറെ സ്ഥലത്ത് മാറി മാറി പോയ കാരണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇനി വല്ല ആഘോഷങ്ങൾക്ക് മിമിക്രി അവതരിപ്പിക്കാൻ ആളെ വേണം നിങ്ങൾക്ക്. നമ്മുടെ പഴയ മിമിക്രി കലാകാരന്മാരിനൊന്നും ഇനി ആവശ്യമില്ല. മൂപ്പര് അതിനും റെഡിയാണ്. മൂപ്പര് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂപ്പർക്ക് ഏറ്റവും മൂപ്പര് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് മൂപ്പര് പുറത്തേരും. ഒരു വെള്ളം പോലെ പഠിച്ചു വെച്ചിട്ടുള്ള മിമിക്രി ഐറ്റംസ് ഉണ്ട്. എല്ലായിടത്ത് പോയാലും മൂപ്പര് അതാണ് അവതരിപ്പിക്കാനുള്ള പരിപാടിയാണ്. അതൊന്ന് കേട്ടോക്കി നിങ്ങള്. മണിച്ചേട്ടൻ്റെ സൗണ്ട് വരില്ല, എന്നാലും മറ്റേ ഒരു ചെറിയ ട്രൈ ചെയ്ത് നോക്കാം. വാസന്തി ലക്ഷ്മി എന്ന ഞാൻ സിനിമയിലെ ഒരു ചെറിയ രംഗം, ഇമോഷണൽ രംഗം ആയാലും എന്തായാലും മൂപ്പർക്ക് എടുക്കാൻ പറ്റില്ല. കേൾക്കാനുള്ള പൂതി കൊണ്ടാണ് മുട്ട. വാസന്തി നിന്റെ ചേട്ടൻ വന്നടി. ചേട്ടന്റെ കണ്ണട എവിടെയാടി? കണ്ടില്ലല്ലോ. വസന്തി ചേട്ടൻ വന്നടി. ഒന്നും കാണുന്നില്ലല്ലോ, മൊത്തം ഇരുട്ടാണല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ വിളിച്ചോളിട്ടാ. ഒരു കോണ്ടാക്ട് മൂപ്പര് നേരത്തെ പറഞ്ഞു തന്നില്ലേ. മൂപ്പർക്ക് പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ എല്ലായിടത്തും ഉണ്ട്. ഇത് കണ്ടോക്കി നിങ്ങള്. പറഞ്ഞില്ലേ, ഇവരൊക്കെ വേറെ സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയ കാരണം അല്ലെങ്കിൽ ഒരുമിച്ച് ഇവർക്ക് പരിപാടി അവതരിപ്പിക്കാൻ ആ ഒരു ബുദ്ധിമുട്ടും ഇവർക്കൊക്കെ തമ്മിൽ. എന്നാലും കാര്യങ്ങൾ ഉഷാറായി നടക്കട്ടെ.